ഞാനിവിടെ പൊന്തിച്ചു വരല്ലോ. ക്ലീൻ ഷേവ് ചെയ്ത് ഈ കണ്ണാടി വെക്കുമ്പോൾ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ള ഒരുത്തനായിട്ട് തോന്നുന്നില്ലേ? അതെ, അത് വേറെ ഏത് നായകനെ വെച്ച് കഴിഞ്ഞാൽ ഈ ലുക്ക് കിട്ടില്ല. എന്നെ തേച്ചതാണല്ലേ? വേറെ ആര് ക്ലീൻ ഷേവ് ചെയ്താലും കുറച്ചുകൂടെ സൗന്ദര്യവും കാര്യങ്ങളും എല്ലാം വരുമല്ലോ. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. അറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും താൻ രക്ഷ എഴുതി കെട്ടിച്ചോ, തനിക്കാണ്ട് വലിയ കുഴപ്പം തുടങ്ങുക. അതിന്റെ കൂടെ തന്നെ സുരായിട്ട് നമ്മളോട് ചോദിക്കും, എങ്ങനെയാ വർക്കാണോ, എങ്ങനെ കൊള്ളാവോ, എന്റെ താടി കൊള്ളാവോ, എന്റെ മുടി കൊള്ളാവോ, ഇഷ്യൂ കൊള്ളാവോ, എല്ലാം ഉണ്ട്. എങ്ങനെ ഡ്രസ് ചെയ്തിട്ട് എക്സ്ട്രാ ഡീസന്റ് ആവുന്നില്ല. ബോംബെന്നൊക്കെ സ്റ്റൈലിഷിനെയൊക്കെ വിളിച്ച് സ്റ്റൈലിസ്റ്റിനെയൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഈ രൂപത്തിലാക്കി. എന്നെ നാണം കെടുത്തരുത്, ഇവർക്കൊക്കെ എന്നെ വലിയ ബഹുമാനമാണ്. എങ്ങനെ ചെയ്തിട്ടും ആ ടൈറ്റിലിനോട് നീതി പുലർത്താൻ പറ്റുന്നില്ല. നമുക്ക് ഈ എക്സ്ട്രാ ഡീസന്റ് എന്ന് പറഞ്ഞ ആദ്യത്തിന്റെ ടൈറ്റിൽ ഇട്ട് അപ്പൊ അവൻ പറഞ്ഞു മമ്മൂക്കയോ ലാലേട്ടനാണ് ഈ ടൈറ്റിലിനോട് ഒരു നീതി പുലർത്തൂലോ ആ ക്യാരക്ടർ. പക്ഷെ ഇത് എങ്ങനെയാണ് എക്സ്ട്രാ ഡീസന്റ്? സുരാജ് വഞ്ഞാറും കൂടെ എക്സ്ട്രാ ഡീസന്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അങ്ങനത്തെ ഒരു ബിലീവ് ഒരു പ്രശ്നം നിർത്തി അങ്ങ് അവമാനിക്കുവാണ്. ഇപ്പൊ സുരാജ് വഞ്ഞാറും കൂടെ IAS പാസ്സായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കാൻ പറഞ്ഞു. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. മനുഷ്യനെ നാറ്റിക്കാനായിട്ട് ജനിച്ചിരിക്കണോ താൻ? എക്സ്ട്രാ ഡീസന്റ് സുരാജ് എക്സ്ട്രാ ഡീസന്റോ? നീ എന്ത് ഉദ്ദേശിച്ചത്?